പണ്ട് കാലത്തൊക്കെ 15 വയസ്സ് കഴിഞ്ഞ് SSLC ആണ് എന്ന് ചോദിക്കുന്ന പോലെ ഇപ്പൊ SSLC എത്തിയില്ലേ, ഷുഗർ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു തരത്തിലിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈല് മൊത്തമായിട്ട് മാറും. ആ ഒരു ലെവലിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റിഫൈൻഡ് ഷുഗർ എന്ന് പറയുന്ന ഒരു സാധനം ലൈസൻസ്ഡ് ഡ്രഗ് ആണ് ഇവിടെ. കാരണം അത് അഡിക്റ്റ് ആണ്. അത് ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങളോടായാലും ആരുടെടുത്തെങ്കിലും ഷുഗർ ഒഴിവാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല, നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം നമ്മൾ അഡിക്റ്റ് ആയിപ്പോയത്. ഒരു ചായയിൽ എത്ര ഗ്രാം ഷുഗർ ഉണ്ടാവും? ഒരു ടീസ്പൂൺ ഏകദേശം ഒരു 5 ഗ്രാം, ഒരു 10 ഗ്രാം ഉണ്ടാവും. 2 ടീസ്പൂൺ ഇടും ചിലപ്പോ. ഒരു 20 ഗ്രാം വെക്കണോ അല്ലെങ്കിൽ വേണ്ട, ഒരു 10 ഗ്രാം തന്നെ വെച്ചോ. ഒരാള് രാവിലെയും വൈകിട്ടും ഓരോ ചായ കുടിക്കുന്നു, 20 ഗ്രാം ഷുഗറായി. ചായ മാത്രമാണ്, വേറെ ഒന്നും കൺസ്യൂം ചെയ്യുന്നില്ല. ഈ നമ്മളിപ്പോ കുട്ടികൾ 2 വയസ്സുള്ള കുട്ടികൾക്ക് തന്നെ നമ്മളിപ്പോ ചായ കൊടുക്കുന്നുണ്ട്. ഈ 2 വയസ്സ് മുതൽ 18 വയസ്സ് വരെ, അതായത് 16 വർഷം, ഒരു ദിവസം 20 ഗ്രാം, ഒരു മാസത്തേക്ക് എത്രയായത്? 20 into 365 days, ഇയർലി കണക്കാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക്. 7,300 into 16, 1,16,800. നമ്മള് 18 വയസ്സാകുമ്പോഴേക്കും ചായ കുടിച്ചാൽ മാത്രം കൺസ്യൂം ചെയ്യുന്ന കണക്കാണ്. ഇതില് നമ്മൾ കഴിക്കുന്ന ചോക്ലേറ്റ് ഇല്ല, പാലട പായസം ഇല്ല, കേക്ക് ഇല്ല, വേറെ ഒരു തരത്തിലുള്ള റിഫൈൻഡ് ഷുഗർ നമ്മൾ കഴിക്കുന്നു, ഒന്നും ഇതിൽ പെടുന്നില്ല. ചായ കുടിക്കുന്നതിന്റെ കണക്കാണ് ഞാൻ പറയുന്നത്. കണക്ക് കറക്റ്റ് ആണല്ലോ? 20 ഗ്രാം into 365 days, അതായത് ഒരു വർഷം കൺസ്യൂം ചെയ്യുന്നത് ഏകദേശം 7,000 സംതിങ് into 16, അതായത് ഒരു കൗമാര പ്രായത്തില് ചായ മാത്രം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഷുഗറിന്റെ അളവാണ് നിങ്ങൾ ഈ കണ്ടത്.